Today we are going to start a new subject called software engineering. Software engineering കഴിഞ്ഞ 50-60 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്രോച്ച് വേണ്ടത് എന്ന് നോക്കാം. ഒരു പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്കറിയാം. What is a program? Yes, program is a set of code. What is a program and what is a software? What is the difference between program and a software? Program എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലൈൻ, ഒരു പ്രോഗ്രാം എത്ര ലൈൻസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ചെറിയ പ്രോഗ്രാംസ് ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ്. കുറേയധികം ലൈൻസ് എഴുതുമ്പോഴാണ് നമ്മളതിനെ സോഫ്റ്റ്വെയർ എന്ന് പറയുക. അതേപോലെ കുറേയധികം പ്രോഗ്രാംസ് ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടാകും. ഇനി അത് മാത്രമാണോ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? നമുക്കെന്തിനാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച്? എന്തിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നൊരു സയൻറ്റിഫിക് അപ്രോച്ച് എന്തിനാണ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ആ ക്ലാസ്സിനകത്ത് 40 കുട്ടികൾ. എനിക്ക് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എണ്ണി നോക്കും. ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അങ്ങനെ 40 കുട്ടികളെ ഞാൻ ആ ക്ലാസ്സിൽ നിന്നുകൊണ്ട് എണ്ണി നോക്കും. ഇനി ഒരു ജില്ലയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യ എനിക്ക് വേണം. എനിക്കത് ഒരു ക്ലാസ്സിലെ കുട്ടികളെ എണ്ണുന്ന രീതിയിൽ എനിക്കത് എണ്ണാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. ഒരു ക്ലാസ്സിലെ കുട്ടികളെ എണ്ണുന്ന അത്ര എളുപ്പമല്ല ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും കണക്കെടുക്കുക എന്നത്. അതിനാണ് നമ്മൾ സെൻസസ് എന്ന് വിളിക്കും. അത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ രണ്ടും സെയിം പ്രോബ്ലമാണ്. മൊത്തം ആൾക്കാരുടെ എണ്ണം എടുക്കുക. പക്ഷെ അതൊരു ക്ലാസ്സിലെ ആകുമ്പോൾ അത് വളരെ ചെറുതാണ്, അത് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു രാജ്യത്തെ മൊത്തം ആളുകളുടെ കണക്കെടുക്കണമെങ്കിൽ അതിനൊത്തിരി ആൾക്കാർ വേണം, ഒത്തിരി അറേഞ്ച്മെൻറ്റ് വേണം, ഒത്തിരി ആക്ടിവിറ്റി വേണം. അതൊത്തിരി ബുദ്ധിമുട്ട്, അതായത് കോംപ്ലക്സ് ആയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം തന്നെയാണ് ഒരു പ്രോഗ്രാമിൽ നിന്നും നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസം. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണ്, നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്, വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ആ വലിപ്പവും കോംപ്ലക്സിറ്റിയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നൊരു സയൻറ്റിഫിക് അപ്രോച്ച് ഉള്ളത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്രോച്ച് ഉപയോഗിക്കുന്നത്. സാധാരണ LOC, KLOC എന്നിങ്ങനെ ടൈം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എഴുതുന്ന ഒരു വരി കോഡിനാണ് LOC എന്ന് പറയാം. അത് 1000 വരിയാകുമ്പോൾ നമ്മൾ KLOC എന്ന് വിളിക്കും. പിന്നെ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന പ്രോഗ്രാമിനാണ് നമ്മൾ ഒരു മാസം കൊണ്ട് ചെയ്യാവുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ പേഴ്സൺ മന്ത് എന്ന് പറയുക. അപ്പോൾ സാധാരണ ഒരു കുട്ടി ഒരു 10,000 ലൈൻ അല്ലെങ്കിൽ 20,000 ലൈൻ എഴുതുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അയാളുടെ LOC ആയിട്ട് നമ്മൾ പറയുക ആ വ്യക്തിയുടെ LOC 20,000 കോഡാണെന്ന് പറയും. ഒരു വ്യക്തി 1000 ലൈൻ എഴുതുന്ന ആളാണെങ്കിൽ അയാളുടെ LOC നമ്മൾ പറയുന്നത് 1000 LOC എന്ന് പറയും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും കഴിവിനനുസരിച്ചാണ് നമ്മൾ LOC
ടേം അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു സ്റ്റുഡൻറ്റിൻ്റെ LOC ഏകദേശം 5000 ഒക്കെ പറയാറുണ്ട്. എന്നാൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമറുടെ സാധാരണ LOC 1000 ആയിട്ടാണ് പറയാറുള്ളത്. അത് തന്നെ നല്ല ഒരു റേറ്റ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റ് 5000ഉം ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന പ്രോഗ്രാമർ 1000 ലൈൻസ് ഓഫ് കോഡും പറയുന്നത്? ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ്? ഒരു സ്റ്റുഡൻറ്റ് പ്രോഗ്രാം എഴുതുന്നത് കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതേസമയം ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് പ്രൊഫഷണലി ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം എടുത്ത് കൂടുതൽ നന്നായി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ഒരു കോഡ് എഴുതുന്നത്. അതുകൊണ്ട് ലൈൻസ് ഓഫ് കോഡ് തന്നെ പലരും എഴുതുമ്പോൾ അതിനെ പല രീതിയിലാണ് അത് വരിക. അപ്പം അതുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒത്തിരി സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ 1000 LOC അവിടെ എഴുതുന്നത്. സ്റ്റുഡൻറ്റ് കോളേജിൽ ടീച്ചറെ കാണിക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി എഴുതുന്ന ഒന്നാണ് സ്റ്റുഡൻറ്റ് ചെയ്യുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ അയാളുടെ കമ്പനിക്ക് വേണ്ടി ഏതെങ്കിലും ക്ലയൻറ്റിന് വേണ്ടി അവരിൽ നിന്നും പൈസ വാങ്ങി അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ ഒരു സോഫ്റ്റ്വെയർ കുറേ നാളത്തേക്കെങ്കിലും നമ്മൾ തന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വളരെ സമയമെടുത്തുകൊണ്ട് മാത്രമേ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർക്ക് ഒരു വരി കോഡ് എഴുതാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ 5000ഉം 1000ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ നമുക്കിങ്ങനെ ഇൻഡസ്ട്രി സോഫ്റ്റ്വെയറും സ്റ്റുഡൻറ്റ് സോഫ്റ്റ്വെയറും തമ്മിൽ കമ്പാരിസൺ നടത്താൻ പറ്റും. അതായത് ഇൻഡസ്ട്രി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൂടുതൽ ചെയ്യുന്നവയാണ്. അല്ലെങ്കിൽ മൊത്തം സമയത്തിൻ്റെ 30% മുതൽ 50% വരെയും ടെസ്റ്റിംഗ് ആണ് അവിടെ കൂടുതൽ ചെയ്യുന്നത്. പ്രോഗ്രാം എഴുതിയ ശേഷം അവസാനമാണ് ടെസ്റ്റിംഗ് വരുന്നത്. അതിനു വേണ്ടിയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. എന്നാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ തൻ്റെ സമയത്തിൻ്റെ 5% മാത്രമേ അവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അടുത്തത്, ഒരു ഇൻഡസ്ട്രി സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നമ്മളൊരു കുറേയധികം ഭാഗങ്ങളായി അതിനെ തിരിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഫേസ് എന്നൊരു ടേം ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പല ഫേസുകളായി തരംതിരിച്ചിരിക്കുന്നു. ഒരു ഫേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫേസ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഫേസ് തുടങ്ങും. അങ്ങനെയാണ് ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഒറ്റ ഫേസിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു കുറേയധികം കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ 10 ഇരട്ടിയോളം ചിലവ് വരും ഒരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട്. ഇതാണ് IEEE സോഫ്റ്റ്വെയറിനെ ഡിഫൈൻ ചെയ്യുന്നത്. It is a collection of computer programs, procedures, rules and associated documentation and data. അപ്പോൾ ഈ ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് കുറേ കോഡിംഗ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് കോഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറേയധികം കാര്യങ്ങൾ ഓരോ ഫേസിലും നമുക്ക് കുറേയധികം ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്. കൂടാതെ ഡാറ്റ, സോഫ്റ്റ്വെയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡാറ്റ കൂടി അതിനോട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷനും ഡാറ്റയും കൂടി ചേരുന്നതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അല്ലാതെ അത് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് മാത്രം അല്ല. അതുകൊണ്ടാണ് അതിന് ഇത്രയും ചിലവ് വരുന്നത്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ പ്രധാന പ്രശ്നം ചിലവാണ്. ആ ചിലവ് കൂടുതൽ വരാൻ കാരണം ഇതാണ്. ഒരു പ്രോഗ്രാമിനൊപ്പം കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഭാവിയിലേക്ക് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റിംഗ് സമയമാകാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് സമയവും ഡോക്യുമെൻറ്റേഷനും മെയിൻ്റനൻസ് ഇതെല്ലാം കൂടിയാകുമ്പോൾ സാധാരണ ഒരു സ്റ്റുഡൻ്റ് എഴുതുന്ന സോഫ്റ്റ്വെയറിന് 10-15 ഇരട്ടി ചിലവാണ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ്
നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമും കമ്പനിയിൽ ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇതാണ് ഒരു ചിത്രം. ഹാർഡ്വെയർ കോസ്റ്റ്വെയർ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. 1955 20-ൽ താഴെയാണ് സോഫ്റ്റ്വെയറിന് വേണ്ടി വന്ന ചിലവ്. എന്നാൽ അത് 1970 ആയപ്പോൾ ഏകദേശം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഏകദേശം അതൊരു 60 ആയിട്ടുണ്ട്. എന്നാൽ 1985 ആയപ്പോൾ അത് 80-ന് മേലെ ആകുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് കൂടിക്കൂടി വരികയാണ്. അതേസമയം ഹാർഡ്വെയറിൻ്റെ കോസ്റ്റ് നമുക്കറിയാം അത് കുറഞ്ഞു വരികയാണ്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ചിത്രത്തിൽ ആദ്യം 1955 കാണിക്കുമ്പോൾ അത് 10-ൽ താഴെയാണ്. എന്നാൽ അത് 1985 ആകുമ്പോൾ ഏകദേശം 60 ആണ് കാണിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ജനറലി കോസ്റ്റ് കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് is defined as the systematic approach to the development, operation, maintenance and retirement of software. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, അതിനുശേഷം മെയിൻ്റനൻസ് ഉണ്ട്, അതിനുശേഷം ഒരു നിശ്ചിത കാലാവധി റിട്ടയർമെൻറ്റ് കൂടി ഉണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ആ മാറ്റങ്ങൾക്ക് വിധേയമായി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറുകൾ വളരെ പതുക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ടാസ്ക് ചെയ്യാനായി കുറേ സമയം അന്ന് വേണ്ടി വന്നിരുന്നു. എല്ലാ പ്രോഗ്രാമുകളും വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് എഴുതാനായി അന്ന് ഉപയോഗിച്ചിരുന്നത് അസംബ്ലി ലാംഗ്വേജസ് ആണ്. കാരണം അന്ന് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അസംബ്ലി ലാംഗ്വേജ് കോഡുകൾ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഓരോ പ്രവർത്തനവും ചെയ്തിരുന്നത്. ഓരോ പ്രോഗ്രാമറും അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ച് ശൈലിക്കനുസരിച്ചാണ് പ്രോഗ്രാമുകൾ എഴുതിയുണ്ടാക്കിയത്. അതായത് അന്നൊരു ജനറൽ സ്റ്റാൻഡേർഡ് ഇല്ല, എങ്ങനെ പ്രോഗ്രാം എഴുതണം എന്നൊരു രീതി അന്നില്ല. ഓരോരുത്തരും അവരുടേതായ ആവശ്യത്തിന് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രോഗ്രാമിംഗ് സ്റ്റൈലാണ് അന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഈ സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുന്ന ആ ഒരു ശൈലിക്കാണ് എക്സ്പ്ലോറേറ്ററി പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യ കാലഘട്ടം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന ഡിസിപ്ലിൻ്റെ ആദ്യ കാലഘട്ടം. അതായത് അന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതാണ് അതിൻ്റെ ചുരുക്കം. അന്ന് ചുരുങ്ങിയ കോഡ് കൊണ്ട് ആ പ്രത്യേക പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പ്രോഗ്രാമുകളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നത്. സെമി കണ്ടക്ടർ ടെക്നോളജി വന്നതോടുകൂടിയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റ് വരാൻ കാരണമായത്. കമ്പ്യൂട്ടറുകൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി, കൂടുതൽ ശക്തിയേറിയ കമ്പ്യൂട്ടറുകൾ ഒന്നുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം കൊണ്ട് നമുക്കന്ന് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു. അന്നുണ്ടായിരുന്ന ലാംഗ്വേജസ് നിങ്ങൾക്കറിയാമായിരിക്കും. ഫോർട്രാൻ, കൊബോൾ തുടങ്ങിയ ലാംഗ്വേജസൊക്കെയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻസും മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളും
ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാംസിനെയാണ്. അന്ന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിട്ട് എഫേർട്ട് കുറഞ്ഞു. അസംബ്ലി ലാംഗ്വേജിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉള്ള കോഡ് എഴുതാനായിട്ട്. അതുകൊണ്ട് തന്നെ മുൻപുള്ള കാലഘട്ടത്തിനെക്കാട്ടും കുറച്ചും കൂടെ സമയം, എഫേർട്ട് ഇതെല്ലാം കുറഞ്ഞു കിട്ടി. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ പ്രോബ്ലംസിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ അന്നും പ്രോഗ്രാമിംഗ് സ്റ്റൈലുകൾ എക്സ്പ്ലോറേറ്ററി തന്നെയായിരുന്നു. അതായത് സ്വന്തം കമ്പനി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ഉണ്ടാക്കുന്ന സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്റ്റൈല്, ഈ ഒരു സ്റ്റൈല് തന്നെയാണ് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പ്രോഗ്രാമിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂടി. അന്നൊരു 100-ൽ നിന്നും നമ്മളത് ഒരു 1000 ലൈൻസ് ഓഫ് കോഡിംഗ് ഉള്ള പ്രോഗ്രാംസൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതിനെയാണ് അന്ന് സോഫ്റ്റ്വെയർ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ഡിസൈനാണ് കൺട്രോൾ ഫ്ലോ ബേസ്ഡ് ഡിസൈൻ. കമ്പ്യൂട്ടറിൻ്റെ സൈസ് കൂടി, അതേപോലെ പ്രോഗ്രാം വലുതായപ്പോൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ട് ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന എക്സ്പ്ലോറേറ്ററി പ്രോഗ്രാമിംഗ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാം, എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം കൃത്യമായി ഉണ്ടാക്കാം, എങ്ങനെ ഒരു പ്രോഗ്രാം മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും ആ ഒരു സോഫ്റ്റ്വെയർ കുറേ കാലഘട്ടത്തേക്ക് തെറ്റുകളില്ലാതെ എങ്ങനെ കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് കൺട്രോൾ ഫ്ലോ ബേസ്ഡ് ഡിസൈൻ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. പ്രോഗ്രാം എഴുതി ശീലമുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് കൺട്രോൾ ഫ്ലോ സ്ട്രക്ചർ വന്നത്. ഫ്ലോ ചാർട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഫ്ലോ ചാർട്ടിൻ്റെ ജോലി എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലത്തെ ഒരു സീക്വൻസ്, അല്ലെങ്കിൽ ഒരു തുടക്കം, അതിനൊരു അവസാനം, അതിനിടയ്ക്ക് കുറേ വരികൾ കൊണ്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. ഒരു സ്റ്റെപ്പുകളാക്കി ഒരു പ്രോബ്ലത്തെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയാൽ ആ ഫ്ലോ ചാർട്ടിൽ നിന്നും നല്ലൊരു പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കാം എന്നൊരു ചിന്താഗതിയാണ് ഫ്ലോ ചാർട്ട് ടെക്നിക്ക് ഉണ്ടാകാനായിട്ട് കാരണമായത്. നിങ്ങളൊരു പക്ഷേ ഗോ ടു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവും. അസംബ്ലി ലാംഗ്വേജ് എഴുതുമ്പോൾ നമുക്ക് ജമ്പ് എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഒരു പ്രോഗ്രാമിൽ ലൈനിൽ നിന്നും തൊട്ട് അടുത്തുള്ളത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും വരിയിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് അസംബ്ലി ലാംഗ്വേജ് ചെയ്തിരുന്നവരാണ് പിന്നീട് ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയിരുന്നത്. അതേപോലെ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയിരുന്നപ്പോഴും ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് പോലെ ഒരു ഇൻസ്ട്രക്ഷൻ അന്ന് അവർ ലാംഗ്വേജിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമാണോ അല്ലെങ്കിൽ അത്യാവശ്യമാണോ എന്നൊരു ചോദ്യം വന്നു. 1968 ഡിജിസ്ത്ര ഒരു ആർട്ടിക്കിൾ എഴുതി. അതിനകത്ത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡേർഡ് ഹാംഫുൾ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ പേര്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാമിൽ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആ ആർട്ടിക്കിൾ എഴുതിയത്. അപ്പം അതിനുശേഷം കുറേയധികം
ഡിസ്കഷനും അതേപോലെ അത് വേണമോ വേണ്ടേ എന്നുള്ള കുറേ ചിന്തകളും ഉണ്ടായി. അതിൻ്റെ അവസാനത്തിലാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 3 പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് മാത്രം മതി എന്നൊരു ചിന്ത വന്നു. അതായത് സീക്വൻസ്, സെലക്ഷൻ, ഇറ്ററേഷൻ. ഈ 3 പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും എഴുതാൻ കഴിയും എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സീക്വൻസ്, സെലക്ഷൻ, ഇറ്ററേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോകത്തുള്ള ഏത് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. ഇന്നും ഏത് ലാംഗ്വേജ് പുതുതായി വന്നാലും നമുക്കതിന് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നില്ല. അതിന് പകരം ആ ലാംഗ്വേജിൽ കുറച്ച് സീക്വൻസ് സപ്പോർട്ട് ചെയ്യണം, പിന്നെ സെലക്ഷൻ സപ്പോർട്ട് ചെയ്യണം, ഇറ്ററേഷൻ സപ്പോർട്ട് ചെയ്യണം. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്ത് വേണമെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിൻ്റെ ബേസ് ഇതാണ്. We can do any programming or we can solve any problem using 3 programming constructs. What are they? Sequence, selection and iteration. A is equal to B എന്ന് എഴുതിയാൽ എന്തായിരിക്കും അത്? That is a sequence statements. If then else, അതേപോലെ do loop, while loop, ഇതെല്ലാം എന്താണ്? അതെല്ലാം സെലക്ഷനും ഇറ്ററേഷനും. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ്, then കണ്ടീഷൻ, then else, അതാണ് സെലക്ഷൻ. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കുറേയധികം സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ നമുക്ക് കുറേയധികം പ്രാവശ്യം ചെയ്യണം. ഡു, then സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ വൈൽ, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറേ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് ഇറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഈ 3 മാത്രം മതി. നമുക്കൊരു ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ഇതാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് മെത്തഡോളജിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് വന്നതോടുകൂടി അതിന് മുമ്പുണ്ടായിരുന്ന ഡിസൈൻ എല്ലാം പോയി. ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് പ്രോഗ്രാം എഴുതാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തഡോളജിയുടെ പേരാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. ഇന്നിപ്പോൾ ഒരു പുതിയൊരു ലാംഗ്വേജ് വന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് നമുക്ക് ഈ 3 രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കാണാൻ കഴിയും. സീക്വൻസ്, സെലക്ഷൻ, ഇറ്ററേഷൻ. ഗോ ടു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഒരു ലാംഗ്വേജും ഉപയോഗിക്കുന്നില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ പിന്നീട് വന്ന ലാംഗ്വേജസ്, സി പോലെയുള്ള ലാംഗ്വേജസ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിൻ്റെ ബേസിലാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് സി പോലെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഏത് വലിയ പ്രോബ്ലത്തെയും നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാനും സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൊണ്ട് കഴിഞ്ഞു. നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആ പ്രോഗ്രാം എഴുതാൻ കഴിയും. പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. കുറച്ച് എഫർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എഴുതാൻ കഴിയും. തെറ്റുകൾ, എറേഴ്സ് വളരെ കുറയ്ക്കാനായിട്ട് സ്ട്രക്ചേർഡ് മെത്തഡോളജിയിൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ് വന്നതുകൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ നമുക്കുണ്ടായി. അപ്പോൾ അതാണ് നേരത്തെ ഉള്ള ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഒക്കെ അടുത്ത കാലഘട്ടം. ഇത്രയൊക്കെയാണ് ഒരു കൺട്രോൾ ഫ്ലോ ബേസ് ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് ശേഷമാണ് ഡാറ്റ സ്ട്രക്ചർ ഓറിയൻറ്റഡ് ഡിസൈൻ എന്നൊരു ഡിസൈൻ നിലയിൽ വന്നു. ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന കൺസെപ്റ്റിനെക്കാട്ടും കുറച്ചുകൂടി വ്യത്യാസം വരുത്തിക്കൊണ്ട് ആദ്യം ഡാറ്റ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാമിൻ്റെ ഡാറ്റ
സ്ട്രക്ചർ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഡാറ്റ ഡിസൈൻ, പിന്നെ പ്രോഗ്രാമിംഗ് ഡിസൈൻ. ഈ ഒരു രീതിയിലാണ് ഡാറ്റ സ്ട്രക്ചർ ഓറിയൻറ്റഡ് ഡിസൈൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈനെക്കാട്ടും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഇതിന്. എന്നാൽ ഇത് അധികം ഇന്ന് നിലവിലില്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. ഇത് ഡെവലപ്പ് ചെയ്തത് ജാക്സൺസ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്നൊരു പേരുള്ളൊരു ഡാറ്റ സ്ട്രക്ചർ ഓറിയൻറ്റഡ് ഡിസൈൻ ടെക്നിക്ക് ഉണ്ടായിരുന്നു. മൈക്കൽ ജാക്സൺ 1975 ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് കുറച്ച് കമ്പനീസ് മാത്രമേ ഇന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ ചുരുക്കം ഉപയോഗം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. ഇന്ന് മറ്റുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പോലുള്ള ഡിസൈൻ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാരും ഇന്ന് ഉപയോഗിക്കുന്നില്ല. അടുത്തതായി വരുന്നത് ഡാറ്റ ഫ്ലോ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന ഡിസൈൻ മെത്തേഡാണ്. DFT എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം. കമ്പ്യൂട്ടേഴ്സ് VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ഒന്നുകൂടി ശക്തിയേറിയതായി. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു തോന്നലിൽ നിന്നാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്സ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ആവശ്യമാണ് എന്നൊരു തോന്നലിൽ നിന്നാണ് ഡാറ്റ ഫ്ലോ ഓറിയൻറ്റഡ് ടെക്നിക്സ് ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ അന്ന് DFT വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ടെക്നിക്സിന് മാറ്റമുണ്ടായി. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫ്ലോ ചാർട്ട് മാത്രം പോരാ, ഫ്ലോ ചാർട്ടിൻ്റെ കൂടെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം കൂടി നമുക്ക് വേണമെന്നൊരു കൺസെപ്റ്റാണെന്ന് നിലവിലുണ്ടായത്. അപ്പോൾ എന്താണ് ഒരു DFT എന്ന് പറയാം. നമുക്കൊരു പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായി നമ്മളെ സഹായിക്കുന്ന ഒരു ഡയഗ്രമാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഇപ്പോൾ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിനകത്ത് നമുക്കൊരു കമ്പനിയുടെ ഡാറ്റ ഫ്ലോ, ആ കമ്പനിയിൽ നടക്കുന്നത് എന്താണ് എന്ന് നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരച്ച് കാണിച്ചാൽ നമുക്ക് ആ പ്രോബ്ലം എന്താണെന്ന് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ അത് ഒരു 100 ലൈനിൽ എഴുതുന്നത് അല്ലെങ്കിൽ 200 ലൈനിൽ എഴുതുന്നത് ഇതൊരു ചെറിയ DFT വരച്ചാൽ നമുക്കത് എളുപ്പം മനസ്സിലാവും. അതാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മളൊരു ലൈബ്രറിയിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈബ്രറിയെക്കുറിച്ച് സോഫ്റ്റ്വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ പോയി അത്യാവശ്യം ലൈബ്രറിയനുമായി സംസാരിക്കുന്നു, ആ ലൈബ്രറിയെക്കുറിച്ചൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ എങ്ങനെയാണ് കുട്ടികൾ വന്ന് ബുക്ക് എടുക്കുന്നത്, ബുക്കുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ബുക്ക് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ബുക്ക് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത്, ഫീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ലൈബ്രറിയനോട് ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം അത് ഒരു DFT ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ ആ DFT, ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ലൈബ്രറിയെക്കുറിച്ച് അറിയാത്ത ഒരാളുടെ മുമ്പിൽ പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ചിന്തയാണ് ഡാറ്റ ഫ്ലോ ഓറിയൻറ്റഡ് ഡിസൈന് പുറകിലുള്ളത്. ഇന്നും നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പുകളിൽ ഒന്ന് ഡാറ്റ ഫ്ലോ ഡയഗ്രമാണ് സ്ട്രക്ചർ പ്രോഗ്രാമിനകത്ത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ DFT നിലവിൽ വന്നത്. അടുത്തതായിട്ട് വന്ന ഡിസൈൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനാണ്, OOPS. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനകത്താണ് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിനെ മൊത്തം മാറ്റി ഡാറ്റ
ഒബ്ജക്ട്സ്, ക്ലാസ്, ഇങ്ങനെയുള്ള പുതിയ കൺസെപ്റ്റ്സ് കൊണ്ട് ഒരു പ്രോബ്ലത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനകത്ത് കുറേയധികം കൺസെപ്റ്റ്സ് ഉണ്ട്. ഡാറ്റ ഹാഡിങ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ് എന്നിങ്ങനെ ഒത്തിരി കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയാൽ നമുക്ക് ഭാവിയിൽ എങ്ങനെ അത് ഉപയോഗിക്കാൻ കഴിയും, അതിൻ്റെ റീയൂസ്, അതുപോലെ പ്രോഗ്രാമിനെ കൂടുതൽ സിമ്പിളാക്കാൻ എങ്ങനെ കഴിയും, എങ്ങനെ ചിലവ് കുറയ്ക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു കോഡ് ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ പ്രോഗ്രാമിനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മെയിൻ്റനൻസ് നടത്തി പോകാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഊപ്സിനകത്ത് വന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുൻപുണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്സെക്കാട്ടും നല്ല രീതിയിൽ ഇതെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് കുറേ ലാംഗ്വേജസ് ഊപ്സ് കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനെന്ന്, എങ്ങനെ ഊപ്സ് കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലത്തെ ഡിസൈൻ ചെയ്യാനെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. കുറേയധികം ഡാറ്റ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസ്ട്രക്ട്സ് ഉണ്ട്. ഈ കൺസ്ട്രക്ട്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഊപ്സ് ഡിസൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. കുറേയധികം ചാർട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫ്ലോ ചാർട്ട്, DFT പോലെയുള്ള ഡയഗ്രാംസ് മാറ്റി നമുക്ക് ക്ലാസ് ഡയഗ്രാം, ഒബ്ജക്റ്റ് ഡയഗ്രാം, ഇങ്ങനെയുള്ള കുറേ ഡയഗ്രാംസ് ഉണ്ട്. ഇതുവഴി നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനകത്ത് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ചാർട്ട്സ് അല്ലെങ്കിൽ ഡിസൈൻ കൺസ്ട്രക്ട്സ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷവും കുറേയധികം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈന് ശേഷം പിന്നീട് ഒന്നുകൂടി കമ്പ്യൂട്ടറുകൾ ശക്തമായി, ഡാറ്റ കൂടുതൽ ശക്തമായി, ഇൻ്റർനെറ്റ് കൂടുതൽ വ്യാപിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഡാറ്റയുടെ കപ്പാസിറ്റി കൂടി, കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി കൂടി, വെബ് ഡെവലപ്മെൻറ്റ് ടെക്നിക്സ് ഒത്തിരി കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം ടെക്നിക്സിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത്രയുമാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന ഡിസിപ്ലിനുണ്ടായ വ്യത്യാസം. അപ്പോൾ ഇതിനെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.